മാർത്തോമാ സഭാ സെക്രട്ടേറിയറ്റിലും പുലാത്തീനിലും വൻ സുരക്ഷാ പാളീച്ചയോ? മലങ്കര മാർത്തോമാ സഭയുടെ ആസ്ഥാനം തിരുവല്ല SE കുന്നിലാണ്. പുലാത്തീനും സഭാ സെക്രട്ടേറിയറ്റും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സഭയുടെ പരമാധ്യക്ഷനായ മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ വാസസ്ഥലമായ പുലാത്തീനും സഭയുടെ ഒട്ടുമിക്ക എല്ലാ സംഘടനകളുടെയും ഓഫീസും പ്രവർത്തിക്കുന്ന സഭാ സെക്രട്ടേറിയറ്റും അവിടെയാണ് ഉള്ളത്. 2024 ഓഗസ്റ്റ് മാസത്തിലെ അവസാന ആഴ്ചയിലെ ആദ്യ ദിവസങ്ങളിൽ SE കുന്നിൽ നടന്ന കൈവപ്പ് ശുശ്രൂഷകളും അന്യഭാഷ അഭിഷേകവും സഭയ്ക്കു തന്നെ തീരാ കളങ്കമാണ് എന്നാണ് വിശ്വാസ സമൂഹം അഭിപ്രായപ്പെടുന്നത്. സഭയുടെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ചുമതലക്കാരനെ പരസ്ത്രീ വിഷയത്തിൻ്റെ പേരിൽ കയ്യേറ്റം ചെയ്യുകയും തെറിയഭിഷേകം നടത്തുകയും ചെയ്തിരിക്കുന്നു. പത്തനംതിട്ട ജില്ലക്കാരുടെ പരാതിയിൽ മെത്രാപ്പൊലീത്ത അന്വേഷണ പ്രഹസനത്തിനായി സ്ഥിരം കുറ്റികളായ കമ്മീഷൻ അംഗങ്ങളെ നിയമിച്ചുവെന്നാണ് പരക്കുന്ന കരക്കമ്പി. സഭയുടെ ഔദ്യോഗിക ഭാരവാഹികൾക്ക് പോലും സുരക്ഷയില്ലാത്ത വിധത്തിലാണ് സഭ ആസ്ഥാനത്തെ കാര്യങ്ങൾ എങ്കിൽ സാധാരണ വിശ്വാസ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ത്? വിശ്വാസജനം ചോദിക്കുന്നു. സഭാ കൗൺസിൽ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് സഭാ ആസ്ഥാനത്തും സഭാ സെക്രട്ടേറിയറ്റിലും സുരക്ഷാ ക്രമീകരണങ്ങൾ പുനഃക്രമീകരണം ചെയ്യണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. പരസ്ത്രീ വിഷയത്തിൽ ഉൾപ്പെടുന്ന ആത്മായ നേതൃത്വത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സഭാ നേതൃത്വം അടുത്ത കാലത്തായി കൈക്കൊള്ളുന്നത് എന്നാണ് അടുത്തടുത്ത് നടക്കുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ക്രിമിനൽ കേസിൽ അകപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട ആൾ ഇപ്പോഴും സഭയുടെ സംഘടനയുടെ ഉന്നത ചുമതലയിൽ തുടരുന്നു എന്നത് തന്നെ ഏറ്റവും ലജ്ജാകരമായ കാര്യമാണെന്നാണ് വിശ്വാസ സമൂഹം പറയുന്നത്. സദാചാര വിരുദ്ധതയുടെ പേരിലാണെങ്കിൽ പോലും സഭാ ആസ്ഥാനത്ത് ഒരു ഔദ്യോഗിക ഭാരവാഹിക്ക് കൈവപ്പ് ശുശ്രൂഷ ഏൽക്കേണ്ടി വന്നത് സുരക്ഷാ പിഴവല്ലെങ്കിൽ പിന്നെ എന്താണ്? വിശ്വാസ സമൂഹം ചോദിക്കുന്നു. അടികൊണ്ട് കവിളിലും ശരീരത്തും ചതവുകളുമായി ടിയാൻ നടക്കുന്നു എന്നത് വൻ സുരക്ഷാ പിഴവ് സംഭവിച്ചു എന്നതിൻ്റെ ഉദാഹരണമല്ലെങ്കിൽ പിന്നെ എന്ത്? SE കുന്നിൽ സഭയുടെ സ്ഥാപനങ്ങളായ SE സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ, അലക്സാണ്ടർ മാർത്തോമ്മ ഓഡിറ്റോറിയം, ടൈറ്റസ് സെക്കൻഡ് ടീച്ചേഴ്സ് കോളേജ്, നിരണം മാരാമൺ ഭദ്രാസന ഓഫീസ്, മാർത്തോമ്മ LP സ്കൂൾ, സഭയുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഓഫീസ് തുടങ്ങിയവ പ്രവർത്തിക്കുന്നു. ഫോറസ്റ്റുകാരുടെ ചെക്ക് പോസ്റ്റിന് സമാനമായ പരിപാടി നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതല്ലാതെ മറ്റെന്ത് സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഉള്ളത്? വിശ്വാസ സമൂഹം ചോദിക്കുന്നു. വർഷങ്ങളായി സെക്യൂരിറ്റി ജോലിയിലുണ്ടായിരുന്നവരെ പിരിച്ചുവിട്ടിട്ട് തൻ്റെ ഇഷ്ട ഏജൻസിക്ക് സുരക്ഷാ ചുമതല കൊടുത്ത ആൾക്ക് തന്നെ പണി കിട്ടി എന്നുള്ളത് ദൈവനിശ്ചയമെന്നാണ് വിശ്വാസ സമൂഹം പറയുന്നത്. മാർത്തോമാ സഭയുടെ കേന്ദ്ര ആസ്ഥാനത്തിന് ഉചിതമായ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കി നിലവിലുള്ള രീതി പുനഃക്രമീകരണം ചെയ്യുന്നതിന് സഭാ കൗൺസിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം. പുലാത്തീന് മുമ്പിൽ കൈവപ്പിന് വിധേയനായ സഭയുടെ ഔദ്യോഗിക ചുമതലക്കാരനെ ഒരുവിധം രക്ഷപ്പെടുത്തി പുലാത്തീന് അകത്തേക്ക് കൊണ്ടുപോയി രക്ഷിച്ചത് മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ സെക്രട്ടറി അച്ഛനാണ്. ഇന്ന് ഔദ്യോഗിക ചുമതലക്കാരനാണ് കൈവപ്പ് കിട്ടിയത് എങ്കിൽ നാളെ അത് അച്ഛന്മാർക്കോ മേലുള്ളവർക്കോ ആകാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ പറ്റില്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഈ ഗൗരവ സാഹചര്യം കണക്കിലെടുത്ത് സഭാ കൗൺസിൽ സുരക്ഷാ കാര്യത്തിൽ ആവശ്യമായ പുനർവിചിന്തന നടപടികൾ എടുക്കണം എന്നു തന്നെയാണ് വിശ്വാസ സമൂഹം ആവശ്യപ്പെടുന്നത്.